ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. 93ാമത് ശിവഗിരി തീർത്ഥാടനം ഉപരാഷ്ട്രപതി നാളെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയെ ആഗോള സേവനദാതാക്കളാക്കി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അരാവല്ലി മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. വന്ദേ ഭാരത് എസി ക്ലാസ് യാത്രക്കാർക്കായി സ്ലീപ്പർ സംവിധാനം ഉടൻ ആരംഭിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന പദ്ധതി ചർച്ച ചെയ്യാൻ യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരത്ത് നടന്ന വനിതാ ടി20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 30 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഝാർഖണ്ഡ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ റാഞ്ചിയിൽ എത്തി. സന്താലി ഭാഷയിലെ ഓൾ ചിക്കി ലിപിയുടെ 100ാം വാർഷിക ആഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ജംഷഡ്പൂർ എൻഐടിയുടെ 15ാമത് ബിരുദദാന ചടങ്ങിനെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. പുതുശ്ശേരിയിൽ നിന്ന് തിരിക്കുന്ന ഉപരാഷ്ട്രപതി ഇന്ന് വൈകിട്ട് 6:30 മണിക്കാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുക. 6:50 പാളയം LMSൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിലെ സ്നേഹസംഗമം പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ചൊവ്വാഴ്ച രാവിലെ 9:25 വർക്കലയിൽ ശിവഗിരി തീർത്ഥാടനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 11:30 തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1:45 ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മധുരയ്ക്ക് തിരിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 8:30 വരെയും നാളെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൂടാതെ ഇന്ന് വൈകുന്നേരം 6 മുതൽ രാത്രി 8 വരെ കനകക്കുന്ന് കോമ്പൌണ്ടിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ഏകദിന സന്ദർശനത്തിനായി ഇന്ന് പുതുച്ചേരിയിലെത്തും. സ്മാർട്ട് സിറ്റി മിഷന്റെ കീഴിലുള്ള ഭവന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്ന ഉപരാഷ്ട്രപതി കമ്പൻ കലയരങ്ങത്ത് 5 വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും. തുടർന്ന് ഭാരതിയാർ സ്മാരകത്തിൽ മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയാരുടെ പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് കാലാപ്പേട്ടിൽ പോണ്ടിച്ചേരി സർവകലാശാലയുടെ 30ാമത് ബിരുദദാന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. ഉൽപാദനം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യയെ ആഗോള സേവനദാതാക്കളാക്കി ഉയർത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 5ാമത് ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യ ഉടൻ തന്നെ ദേശീയ ഉൽപാദന മിഷൻ ആരംഭിക്കുമെന്നും വിദേശ കമ്പനികളെ ആകർഷിക്കുന്നതിനുവേണ്ട നടപടികൾക്ക് എല്ലാ സംസ്ഥാനങ്ങളും മുൻതൂക്കം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. യുവജനങ്ങളുടെ പ്രയത്നം രാജ്യത്തിന് എക്കാലവും മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അരാവല്ലി മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. പാരിസ്ഥിതികമായി ദുർബലമായ മേഖലയുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കും ഇന്ന് കോടതി കേൾക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജെ.കെ. മഹേശ്വരി, എ.ജി. മസീഹ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഡൽഹി മുതൽ ഗുജറാത്ത് വരെയുള്ള പർവ്വതനിരകളെ ഉൾക്കൊള്ളുന്ന അരാവലിയിലുടനീളം നിയന്ത്രണങ്ങൾ ബാധകമാകുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 2025 ഇന്ത്യയുടെ വികസന യാത്രയിൽ പ്രതിരോധ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ഭീകരതയെ ചെറുക്കാൻ ശക്തമായ 5 മാനദണ്ഡങ്ങൾ ഇന്ത്യ മുന്നോട്ട് വച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഈ ദൃഢനിശ്ചയം പ്രകടമാകുന്നതിനും രാജ്യം സാക്ഷ്യം വഹിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി അഭൂതപൂർവമായ വളർച്ചയാണ് കൈവരിച്ചത്. പ്രതിരോധ ഉൽപാദനം 1,54,000 കോടി രൂപ കവിഞ്ഞു. അതേസമയം 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രതിരോധ ബജറ്റ് 6,81,000 കോടി രൂപയിൽ അധികമായും ഉയർന്നു. ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമായ ഘടകങ്ങളാണ് പെട്രോളിയവും പ്രകൃതിവാതകവും. താങ്ങാനാകുന്ന വിലയിൽ ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സമഗ്രമായ സമീപനമാണ് 2025 പിന്തുടർന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം 2025 ഡിസംബർ 1 വരെ ഗുണഭോക്താക്കളുടെ എണ്ണം ഏകദേശം 10.35 കോടിയിലെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വന്ദേ ഭാരത് AC ക്ലാസ് യാത്രക്കാർക്കായി സ്ലീപ്പർ സംവിധാനം ഉടൻ ആരംഭിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. റെയിൽവേയെ ലോകോത്തര നിലവാരമുള്ള ശൃംഖലയാക്കി മാറ്റാൻ കേന്ദ്രീകൃത ശ്രമങ്ങളും തദ്ദേശീയവൽക്കരണവും സഹായിക്കുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. അമൃത് ഭാരത് ട്രെയിനുകൾ വഴി AC ഇതര യാത്രക്കാർക്കും സുഖകരമായ യാത്ര ലഭ്യമാക്കി. രാജ്യത്താകെ 164 വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. എറണാകുളം അടക്കം 3 പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളെ വിപുലമായ വികസനത്തിന് തെരഞ്ഞെടുത്ത് ദക്ഷിണ റെയിൽവേ. കോച്ചിംഗ് ടെർമിനലുകളുടെ വിപുലീകരണം, സ്റ്റേഷൻ പുനർവികസനം തുടങ്ങിയവയാണ് നടപ്പാക്കുന്നത്. എറണാകുളത്തിനു പുറമെ ചെന്നൈ, കോയമ്പത്തൂർ സ്റ്റേഷനുകളാണ് വികസിപ്പിക്കുന്നത്. രാജ്യവ്യാപകമായി കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 2027ഓടെ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ. രാജ്യത്തിന്റെ GDP $4.19 ലക്ഷം കോടി ഡോളറിലെത്തിയെന്നും ഉടൻ $5 ലക്ഷം സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ യുവജന ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ സമഗ്രമായ കാഴ്ചപ്പാടോടെയാണ് വികസിപ്പിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. समय आ गया है कि हमने ये 125 साल है हमारे योगदान के और हमारे काम के डायमेंशन को फिर से सोचना पड़ेगा. मगर ये हमारे लिए गौरव का मुद्दा हो सकता है, संतुष्टि का नहीं हो सकता. गौरव जरूर होना चाहिए कि हमने बहुत अच्छा किया है, संतुष्टि नहीं होनी चाहिए क्योंकि बहुत कुछ करना बाकी है. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംവദിക്കും. 800 BLOമാർ യോഗത്തിൽ പങ്കെടുക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3ാം ഘട്ടത്തിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ 3 ദിവസത്തെ സന്ദർശനം ശനിയാഴ്ച ആരംഭിച്ചിരുന്നു. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന പദ്ധതി ചർച്ച ചെയ്യാൻ യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ ഏറെ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ഇരു രാജ്യങ്ങളും യുദ്ധം അവസാനിക്കുന്നതിനെ അനുകൂലിക്കുന്നുവെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ശാശ്വത സമാധാനം കൈവരിക്കുന്നതിന് സുരക്ഷാ വാഗ്ദാനങ്ങൾ പ്രധാനമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് പ്രതികരിച്ചു. ബംഗ്ലാദേശിൽ ഈ വർഷം ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ 71 അതിക്രമങ്ങൾ ഉണ്ടായതായി ന്യൂനപക്ഷങ്ങൾക്കായുള്ള മനുഷ്യാവകാശ കോൺഗ്രസ് വെളിപ്പെടുത്തി. ആൾക്കൂട്ട ആക്രമണങ്ങളെ തുടർന്നുള്ള മരണങ്ങളും ഇക്കൂട്ടത്തിലുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ അഖിലേന്ത്യാ ഷിയ വ്യക്തി നിയമ ബോർഡ് അപലപിച്ചു. തിരുവനന്തപുരത്ത് നടന്ന വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 30 റൺസിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസ് നേടി. ഓപ്പണർമാരായ സ്മൃതി മന്ദന 80 റൺസും ഷഫാലി വർമ്മ 79 റൺസും നേടി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച സ്മൃതി മന്ദനയാണ് കളിയിലെ താരം. പരമ്പരയിലെ ആദ്യ 4 കളികളിലും ഇന്ത്യയ്ക്കാണ് വിജയം. അവസാന മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ഉത്തരേന്ത്യയിൽ നാളെയും മറ്റന്നാളും കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഇന്ന് ശീതതരംഗം ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. 93ാമത് ശിവഗിരി തീർത്ഥാടനം ഉപരാഷ്ട്രപതി നാളെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയെ ആഗോള സേവന ദാതാക്കളാക്കി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അരാവലി മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. വന്ദേ ഭാരത് AC ക്ലാസ് യാത്രക്കാർക്കായി സ്ലീപ്പർ സംവിധാനം ഉടൻ ആരംഭിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന പദ്ധതി ചർച്ച ചെയ്യാൻ യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരത്ത് നടന്ന വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 30 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 11-ന്.